Hello friends, welcome to G Focus. This is Giran. ഇന്ന് നമ്മളിവിടെ 10 ലക്ഷം രൂപ വില വരുന്ന ഒരു OLED സ്മാർട്ട് ടി വി ആണ് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ടിവിക്ക് ഇത്രയും പ്രൈസ് വരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ 10 ലക്ഷം രൂപ വരുന്ന ടിവിയിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. എന്താണ് 10 ലക്ഷം രൂപയുടെ കാര്യം എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അതുപോലെ തന്നെ ഇതൊരു LGയുടെ 77 ഇഞ്ച് 4K സ്മാർട്ട് ടി വി ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇതിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്ന്. നല്ല ബിഗ് ടി വി ആണ്, ബിഗ് സ്ക്രീനാണ്. നമ്മളുടെ ലിവിങ് റൂമിൽ തന്നെ നമുക്കൊരു തിയേറ്റർ തന്നെ സെറ്റാക്കി എടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, OLED TV കാറ്റഗറിയിൽ ഗ്ലോബൽ അവാർഡ് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു ടി വി ആണിത്. അതുപോലെ തന്നെ 2013 മുതൽ ബെസ്റ്റ് സെല്ലിംഗ് OLED TV ആയിട്ട് വരുന്ന ഒരു ബ്രാൻഡാണ് LG എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ടിവിയുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് OLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഈ ടി വി പ്രവർത്തിക്കുന്നത് മെയിനായിട്ട് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തിങ്ക് എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ടാണ്. അതിനുശേഷം ഇതിൽ ബിൽറ്റിൻ ഗൂഗിൾ അസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ അലക്സ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് എഫിഷ്യൻസിയോടെ നമുക്കിതിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ടിൽ മൈക്ക് ഉണ്ട്. ആ മൈക്കിലൂടെ സംസാരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തൊക്കെ എടുക്കാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം ഇതിൽ പിക്ചർ, സൗണ്ട്, ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ, 4K അതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 10 ലക്ഷം രൂപയ്ക്കുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ OLED ഡിസ്പ്ലേ കുറിച്ചൊന്ന് പറയാം. OLED ഡിസ്പ്ലേയിൽ ഒറിജിനൽ പിക്ചർ ക്ലാരിറ്റിയാണ് അവർ അവകാശപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പിക്ചർ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതുപോലെ തന്നെ എടുത്തിങ്ങി തരുമല്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എങ്ങനെയാണോ ആ പിക്ചറിൻ്റെ റിയാലിറ്റി വരുന്നത്, ആ പിക്ചർ നല്ല രീതിയിൽ ഹൈ ഡൈനാമിക് റേഞ്ചിൽ നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ക്ലാരിറ്റിയാണ് ഇതിൽ തരുന്നത്. അതിലെടുത്ത് പറയേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന ബ്ലാക്കിനെ കുറിച്ചാണ്. സാധാരണയായിട്ട് എല്ലാ സ്മാർട്ട് ടി വികളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബ്ലാക്ക് കളർ കുറച്ച് ഫെയ്ഡായിട്ട്, കുറച്ച് ഗ്രേയിഷ് ആയിട്ടൊക്കെ നമുക്ക് കാണാറുണ്ട്. അല്ലെങ്കിൽ സൈഡിലേക്കിട്ടൊക്കെ മാറി, വ്യൂയിങ് ആംഗിൾ മാറി നമ്മൾ നോക്കുമ്പോൾ അതിൽ ഗ്രേയിഷ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ നോയ്സൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതിൽ ക്ലിയർ ബ്ലാക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് OLED TVകളുടെ മാത്രം ഒരു സവിശേഷതയാണ്. അപ്പോൾ ഈ ടി വിയിൽ ഡൈനാമിക് ആയിട്ടുള്ള കളർ ഗ്രേഡിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഹോളിവുഡ് ഫിലിം മേക്കേഴ്സ് എല്ലാം ഈ ടി വിയാണ് സെലക്ട് ചെയ്യാറുള്ളത്. അവരുടെ എഡിറ്റിങ്ങിനും അവരുടെ പോസ്റ്റ് പ്രൊഡക്ഷനിലും എല്ലാം അവർ ഉപയോഗിക്കുന്നത് OLED TVകളാണ്. അതുപോലെ തന്നെ നല്ല ഹൈ എൻഡ് മൂവീസിലൊക്കെ VFX ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് OLED ഡിസ്പ്ലേയിലാണ് അവർ ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേ ടൈപ്പുകളെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ടൈപ്പുകളെ കുറിച്ചും TV സെലക്ഷനെ കുറിച്ചൊക്കെ കൂടുതൽ ഐഡിയാസ് അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ OLED ഡിസ്പ്ലേ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗൂഗിൾ അസിസ്റ്റൻസും അലക്സ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ അലക്സയൊക്കെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് റിമോട്ടിലുള്ള ഹോട്ട് കീസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ഞാൻ പല സ്മാർട്ട് TVകളുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് മൈക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള റിമോട്ടുള്ള TVകളാണ്. കാരണം ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട്, നമ്മൾ ലെറ്റേഴ്സൊക്കെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ജസ്റ്റ് വേർഡ്സ് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നമ്മൾക്ക് യൂട്യൂബിൽ സെർച്ച് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ആയിട്ട് നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മസ്റ്റായിട്ട് എല്ലാ സ്മാർട്ട് TVകൾക്കും വേണ്ടുന്നൊരു ഓപ്ഷൻ തന്നെയാണത്. അതിനുശേഷം പറയാനുള്ളത് ഇതിൻ്റെ പ്രോസറിനെ കുറിച്ചാണ്. 2nd ജനറേഷൻ ആൽഫ 9 സീരീസിലുള്ള ഒരു ഇൻ്റലിജൻസ് പ്രോസസ്സർ തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവർ ഈ പ്രോസറിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഇൻപുട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. ഇൻപുട്ട് നമ്മൾ എന്ത് വീഡിയോ കൊടുത്താലും അല്ലെങ്കിൽ എന്ത് പിക്ചർ കൊടുത്താലും അതിന് പറ്റുന്ന രീതിയിൽ, മാക്സിമം പറ്റുന്ന രീതിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് അത് നമുക്ക് കാണിച്ചു തരും. സാധാരണ TVയിലൊക്കെ നമ്മളൊരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിക്സലായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ വലിച്ചു നീട്ടിയ രീതിയിലൊക്കെ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ നല്ല റിയൽ ആയിട്ടുള്ള വ്യൂസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. പക്ഷേ നല്ല ഡൈനാമിക് റേഞ്ച് ഔട്ട്പുട്ട് തരുന്ന ഇമേജസും നല്ല ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രധാനമായിട്ട് ഒരു വീഡിയോയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ പിക്ചറിന് ആവശ്യമായിട്ടുള്ള ഷാർപ്നെസ്സും കളർ ഗ്രേഡിങ്ങും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന നമ്മൾക്ക് ഇതിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാവും. നമ്മളിപ്പോൾ ഷോറൂമിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ആ വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ TVയിൽ വെച്ചിരിക്കുന്ന ആൽഫ സീരീസിലുള്ള പ്രോസസ്സറുകൾ കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ റിയൽ ആയിട്ട് കണ്ടാൽ മാത്രമേ ആ TVയുടെ ക്ലാരിറ്റി നമ്മൾക്ക് മനസ്സിലാവുള്ളൂ.
അതിനുശേഷം പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇതിൽ വെച്ചിട്ടുള്ള സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് നല്ല ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻപുട്ട്, നമ്മളൊരു പാട്ട് കേൾക്കാനായിട്ട് USB-യിലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈലിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ ഇൻപുട്ട് ചിലപ്പോൾ 2 ചാനൽ മ്യൂസിക് ആയിരിക്കും, പക്ഷേ അത് 5.1 ചാനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള തിയേറ്ററിറ്റിക്കൽ സൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തായിട്ട് AI ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സാധാരണ എല്ലാ ടിവികളിലും ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. നമ്മളുടെ മൊബൈൽ ഫോണിലൊക്കെ OLED ഡിസ്പ്ലേ ഉള്ള ഫോണുകളുണ്ട്, അതിലും ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയുള്ള ഏകദേശം അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ഓപ്ഷനാണ് ഇതിലും വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇരുട്ടത്ത് നിൽക്കുന്ന ഒരാളുടെ ഒരു വീഡിയോ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് തന്നെ നമ്മൾ മിക്ക ടിവികളിൽ കാണാറില്ല. കുറേയൊക്കെ ഡാർക്കായിട്ട്, കുറേയൊക്കെ ഫുള്ള് ഇരുട്ടായിട്ട് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും. പക്ഷേ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ എത്രത്തോളം കളറാണോ ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇരുട്ട് കാണുന്നതും അതിൽ വെളിച്ചം കാണുന്നതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾക്ക് റിയലായിട്ട് കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡാർക്കായിട്ടുള്ള സിറ്റുവേഷനിൽ എടുത്ത ഒരു ഫോട്ടോ, ആ ഫോട്ടോ നമ്മൾ റിയലായിട്ട് നമ്മൾ ഈ OLED TV-യിൽ കാണുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കാണുന്നതെന്ന് ഈ പിക്ചറിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് AI ഫീച്ചർ ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് കിട്ടുന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അക്വസ്റ്റിക് ട്യൂണിംഗ് ആണ്. നമ്മളിപ്പോൾ ഓൺ ടച്ചിൽ ഒരാൾ മാത്രം ദൂരെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ടച്ചിലൂടെ നമ്മളിരിക്കുന്ന ഏരിയയിലേക്ക് സൗണ്ട് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് സൗണ്ട് മോഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾക്ക് കേൾപ്പിച്ചിരുന്നുണ്ട്. അത് ഈ ടിവിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. അതിനുശേഷം പറയാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് ഡോൾബി വിഷനും അറ്റ്മോസ് എന്ന് പറയുന്ന ഓപ്ഷനും. ഇത് നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു എഫക്റ്റ്, ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്തിയായിട്ട് നമുക്ക് തോന്നും. എന്താണെന്ന് വെച്ചാൽ ബിഗ് സ്ക്രീനാണ്. ആ ബിഗ് സ്ക്രീൻ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം മുകളിൽ കാണിക്കുന്ന ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ വാങ്ങുന്നതിനെക്കുറിച്ച്, ബിഗ് സ്ക്രീൻ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ടിവിയുടെ മെയിൻ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഈ ടിവിയുടെ ഡീപ്പായിട്ടുള്ള സ്പെസിഫിക്കേഷൻ നോക്കാം. ഈ സ്പെസിഫിക്കേഷൻ നോക്കാതെ ആരും TV പോയി വാങ്ങിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഈ സ്പെസിഫിക്കേഷനിലാണ് ഈ ടിവിയുടെ മെയിൻ സംഭവങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ ടെക്നിക്കൽ ഫീച്ചേഴ്സും പിന്നെ സ്പെസിഫിക്കേഷനും എല്ലാം ഇതിൽ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സ്പെസിഫിക്കേഷൻ നോക്കുക. LG C9 ടിവിയുടെ സ്പെസിഫിക്കേഷനിൽ ആദ്യമായിട്ട് അതിൻ്റെ പിക്ചറിനെ കുറിച്ചാണ്, അതായത് പിക്ചർ പാനലിനെ കുറിച്ചാണ്. അതിൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അൾട്രാ HD റെസൊല്യൂഷനാണ്. നല്ല ബിഗ് റെസൊല്യൂഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ് എന്ന് പറയുന്നത് 4K OLED ആണ്. OLED നമ്മൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വ്യൂയിങ് ആംഗിളാണ്. നല്ല അതായത് സ്ക്രീൻ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ക്രീനിൻ്റെ സൈഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ഡിമ്മിങ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. സെൽഫ് ലൈറ്റിംഗ് പിക്സലാണ്, അതായത് ഓരോ പിക്സൽസിലും നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഐ കംഫോർട്ട് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിക്ചർ പ്രോസസ്സിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ 9 സെക്കൻഡ് ജനറേഷൻ ഇൻ്റലിജൻറ്റ് പ്രോസറാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. നല്ല കിടിലൻ ഒരു പ്രോസറാണ്. സാധാരണ ടിവികളിലൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പ്രോസറാണിത്. പക്ഷേ മറ്റുള്ള ടിവികളിലും ഉണ്ട്. അത് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് എടുത്ത് പറയാം. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് 4K സിനിമ HDR ആണ്. അതൊരു ക്ലിയർ പിക്ചർ തരുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ HDR ഉണ്ട്. അതുപോലെ തന്നെ HDR10 Pro ആണിത്. അതിനുശേഷം എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സിൽ ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഗെയിമിംഗ് ഫീച്ചേഴ്സിൽ എടുത്തു പറയാനുള്ളത് വേരിയബിൾ റിഫ്രഷ് റേറ്റ് ആണ്. അത് ഗെയിമേഴ്സിനല്ല ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചർ തന്നെയാണിത്. ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല റിഫ്രഷ് റേറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ടിന് ഒരു സുഖം ഉണ്ടാവില്ല, കാണുന്നതിനൊരു 3D എഫക്ട്സിനൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതിന് നല്ലൊരു വേരിയബിൾ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ AI ഫീച്ചേഴ്സിനെ കുറിച്ച് കുറേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ AI ഫീച്ചർ തിങ്ക് എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻസ് ഉണ്ട്, അലക്സ, ആമസോൺ അലക്സ ഉണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ എയർപ്ലേ 2 ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ആപ്പിൾ ഫോണുകളിൽ നിന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ നമുക്ക് ഇതിൽ ഷെയർ ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിക്ചർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മാർട്ട് TV ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല, പക്ഷേ ഈ സ്പെസിഫിക്കേഷനിൽ അത് നമ്മൾ പറയുന്നുണ്ട്. അതായത് LG വെബ് OS ആണ് ഇതിൻ്റെ OS എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഹൈ എൻഡ് ടിവികളിലൊക്കെ LG വെബ് OS ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല, നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും.
യൂസർ ഫ്രണ്ട്ലി ആണ് ഈ വെബ് വോയിസ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എൽ ജിയുടെ ടി വി. അതുപോലെ തന്നെ ഇതിൽ എൽ ജി സ്റ്റോർ നമ്മൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ ആൻഡ്രോയിഡ് ടി വിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ പ്ലേ സ്റ്റോർ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ സിസ്റ്റത്തെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.2 ചാനൽ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് 5.1 ചാനൽ സ്പീക്കേഴ്സൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ 40 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സബ് വൂഫർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ഇതിൽ ഇൻക്ലൂഡ് ആണ്. ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഇതിൽ ക്ലിയർ വോയിസ് 3 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓഡിയോ പ്ലേബാക്ക് എന്ന് പറയുന്നത് 2-way പ്ലേബാക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൽ ബിൽറ്റ് ഇൻ വൈഫൈ ഉണ്ട്. ആ വൈഫൈ കണക്ട് ചെയ്ത് നമുക്ക് ഇൻ്റർനെറ്റൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ് ഗൈസ്. 5.0 നമ്മൾക്ക് നല്ല സ്പീഡായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ഹെഡ്ഫോൺസിലും ആപ്പിൾ ലാപ്ടോപ്പുകളിലും മൊബൈൽ ഫോണിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ബ്ലൂടൂത്ത് വേർഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5.0 കഴിഞ്ഞതിന് ശേഷം 5.2ഉം 5.5ഉം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ബ്ലൂടൂത്ത് വേർഷൻ നല്ലൊരു വേർഷൻ തന്നെയാണ്. അതുപോലെ തന്നെ HDMI പോർട്സ് ഉണ്ട്. അതിനുശേഷം മൊബൈൽ കണക്ഷൻ ഓവർലേ ഉണ്ട്. അതായത് മൊബൈൽ കണക്ഷൻ ഓവർലേയുടെ കാര്യം മുമ്പ് നമ്മൾ പറയാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ സ്ക്രീനിൽ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് സൈഡിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്ക്രീനിങ് കാണാം, അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ സ്ക്രീനിങ് കാണാം. അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. നമ്മൾക്കിപ്പോൾ വാട്സപ്പിൻ്റെ എന്തെങ്കിലും മെസ്സേജസോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് കാണാമെന്നുണ്ടെങ്കിൽ അത് ഇതിലൂടെ നടക്കും. ഓക്കെ. അതിനുശേഷം പറയാനുള്ളത് ഇതിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്സിനെ കുറിച്ചാണ്. HDMI പോർട്സ് 3 സൈഡിലും 1 പുറകിലും ഉണ്ട്. അതുപോലെ തന്നെ USB പോർട്സ് 1 സൈഡിലും 2 ബാക്ക് സൈഡിലുമാണുള്ളത്. അതിനുശേഷം HDMI ഓഡിയോ റിട്ടേൺ ചാനലാണ്, അത് 2 പോർട്ട് ഉണ്ട്. അതിനുശേഷം RF ഇൻപുട്ടാണ് 1 ബാക്ക് സൈഡിലും. ഈ ടി വികളൊക്കെ സ്ക്രീൻ മാത്രമായിട്ട് കാണുന്ന രീതിയിൽ പാനലിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്നവർക്ക്, അതായത് ഫ്രണ്ടിലുള്ള RF ഡിറ്റക്ടർ ഹൈഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതിലെ ഇൻപുട്ട് RF ഇൻപുട്ട് വഴി നമ്മൾക്കൊരു എക്സ്റ്റേണൽ ഇൻപുട്ട് നമുക്ക് പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് അത് മറ്റേതെങ്കിലും ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ലാൻഡ് പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. ഒപ്റ്റിക്കൽ പോർട്ടാണ്, അത് 1 ബാക്ക് സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ഔട്ട് ഉണ്ട്. ഹെഡ്ഫോൺ ഔട്ട് ബാക്ക് സൈഡിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ HDMI വേർഷൻ എന്ന് പറയുന്നത് 2.1 ആണ്. അതിനുശേഷം ഇതിൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ മോഡൽ 0.5 വാട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് 100 മുതൽ 240 വോൾട്ട് വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് പവർ ഹെഡ്സ് എന്ന് പറയുന്നത് 50 to 60 ഹെഡ്സ് ആണ്. കുറച്ചൊക്കെ വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടെങ്കിലും ഇതിൽ പ്രശ്നമില്ല. സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ടിവിയുടെ വലിപ്പം എന്ന് പറയുന്നത് സ്റ്റാൻഡ് ഇല്ലാതെ 1722 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 991 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. ഡെപ്ത് എന്ന് പറയുന്നത് 56 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ടോപ്പിലത്തെ, അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ OLED സ്ക്രീൻ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലത്തെ തിക്നെസ് എന്ന് പറയുന്നത് 7.9 mm ആണ്. അതായത് ഏറ്റവും വളരെ കുറച്ചാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പറയാനുള്ളത് ഇതിൻ്റെ വെയിറ്റിനെ കുറിച്ചാണ്. വെയിറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ 29.9 കിലോ ആണ്. അതുപോലെ തന്നെ വിത്ത് സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ 36.5 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. കാർട്ടൂൺ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ 49.5 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ്. അതിനുശേഷം പറയാനുള്ളത് ഇതിൻ്റെ റിമോട്ടിനെ കുറിച്ചാണ്. റിമോട്ട് എന്ന് പറയുന്നത് മാജിക് റിമോട്ടാണ്. മാജിക് റിമോട്ടിൽ 2 ഹോട്ട് കീസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സും ആമസോണും ഹോട്ട് കീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു മൈക്കിൻ്റെ കീ ഉണ്ട്. അതിനുശേഷം അതിൽ ഒരുപാട് നമ്പർ കീസും മറ്റുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കാനുള്ള സാധാരണ ടി വികളിലുള്ളതുപോലെ തന്നെയുള്ള കീസ് ഉണ്ട്. നല്ലൊരു റിമോട്ട് തന്നെയാണ് LG ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റിമോട്ടിൽ ഒരു മൈക്കും ഇൻബിൽറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മൈക്കിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം മൈക്കിൽ സംസാരിക്കാം, എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചർ നല്ല രീതിയിൽ വർക്കാവും. അപ്പോൾ ഇത്രയാണ് LGയുടെ 10 ലക്ഷം രൂപയുടെ ടി വിയുടെ ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നത്. ഈ 10 ലക്ഷം രൂപയുടെ ടി വി ഒരു 7.75 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആമസോൺ ലിങ്കാണ്. അതുവഴി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് തന്നെ ഈ ടി വി വാങ്ങാൻ സാധിക്കും. വാങ്ങിക്കാൻ ഉദ്ദേശമുള്ളവർ ആ ലിങ്കിൽ പോയിട്ട് വാങ്ങിക്കുക. LGയുടെ ഇതുപോലുള്ള സ്പെസിഫിക്കേഷനുള്ള മറ്റ് ടി വികളും ആ ലിങ്കിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഒരുപാട് വില കുറഞ്ഞ ടി വികളും ഉണ്ട്. ആ ലിങ്കുകൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകളിലെല്ലാം ഒരു ലിങ്ക് മുകളിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടി വികളുടെ റിവ്യൂസും ഒരുപാട് ടി വികളുടെ കമ്പാരിസണൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും അതിൽ പോയി കാണുക. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ അക്കൗണ്ട് ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ. അപ്പോൾ ഇനിയും ഒരുപാട് റിവ്യൂസും ഒരുപാട് കമ്പാരിസനും ഒക്കെ ആയിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.